ഈ ഫാർമറാണ്. അമ്മ സന്ധ്യ രാജേഷ്. കൊല്ലപ്പള്ളി RCM ഷോപ്പിലെ സ്റ്റാഫാണ്. അനിയത്തി ശ്രീദേവി രാജേഷ് ഇനി 8ാം ക്ലാസ്സിൽ പഠിക്കണു. അച്ഛൻ RCMല് ഓപ്പണർ ലെവൽ അച്ചീവർ ആണ്. RCMല് വന്നിട്ട് 2 വർഷമാകുന്നു. ആദ്യമായി ഈ നന്മയുള്ള പ്രസ്ഥാനം നമുക്ക് വേണ്ടി തന്ന TCGനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. കൂടെ പിന്നെ നമ്മുടെയൊക്കെ അപ്ലൈൻ ലീഡേഴ്സ് ആയ ബാബു സാറിനെയും ജെമിനി മേഡത്തെയും റെജിമോൻ സാറിനെയും ഷാജി സാറിനെയും ശ്രീലത മേഡത്തെയും പ്രദീപ് സാറിനെയും മൈക്കിൾ സാറിനെയും തോമസ് PT സാറിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. ആ, പിന്നെ അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ഡെയിലി കെയറിൽ ഉൾപ്പെടുന്ന 2 ടൈപ്സ് ഓഫ് കെയർ ആണ്. ഓറൽ കെയർ ആൻഡ് ഹെയർ കെയർ. പിന്നെ രണ്ടെണ്ണം ഉള്ളത് ഒന്ന് സ്കിൻ കെയർ ആയിരുന്നു, അത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. പിന്നെ നാലാമത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്, അതൊരു വേറൊരു സെക്ഷൻ ആയിട്ട് എടുക്കാം. പിന്നെ ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഓറൽ കെയർ ഉൾപ്പെടുന്നതാണ്. ഓറൽ കെയറിൽ ഉൾപ്പെടുന്ന 2 ടൈപ്സ് ഓഫ് ടൂത്ത് പേസ്റ്റ് ആണ്. പിന്നെ ഡാൻ മജാലിന്റെ ഒരു ടൂത്ത് പൗഡർ, പിന്നെ 2 ടൈപ്സ് ഓഫ് ബ്രഷസ് ആണ്. 2 ടൈപ്സ് ഓഫ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കാവിഗോ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റും കാവിഗോ ഹെർബൽ ടൂത്ത് പേസ്റ്റും. പിന്നെ ടൂത്ത് പൗഡർ ഡാൻ മജാലിന്റെ ഒരു ടൂത്ത് പൗഡർ കാവിഗോയുടെ. പിന്നെ ബ്രഷസ് കാവിഗോ സ്മൈലും കാവിഗോ അൾട്രാ സോഫ്റ്റ് ബ്രഷും ആണ് ഓറൽ കെയറിൽ ഉൾപ്പെടുന്ന പ്രൊഡക്ട്സ്. ആദ്യമായി എല്ലാവരും ഡെയിലി കെയർ യൂസ് ചെയ്യുന്നതാണ്. ടൂത്ത് പേസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ചിലവർ പുറത്തുള്ള ടൂത്ത് പേസ്റ്റ് ആയിരിക്കും ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, ചിലവർ RCMന്റെ തന്നെ ടൂത്ത് പേസ്റ്റ് ആയിരിക്കും അപ്പം യൂസ് ചെയ്യുന്നത്. എല്ലുപൊടി ഇല്ല, ഫ്ലൂറൈഡ് ഇല്ല, 100% വെജിറ്റേറിയൻ സിമ്പിൾ ആണ് നമ്മുടെ RCMന്റെ കാവിഗോയുടെ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റിലും ഹെർബൽ ടൂത്ത് പേസ്റ്റിലും. ഇതാണ് കാവിഗോയുടെ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് ആൻഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. മറ്റുള്ള ടൂത്ത് പേസ്റ്റില് എഴുതിയിട്ടുണ്ട് 6 വയസ്സിന് താഴെയുള്ളവര് പേരൻസിന്റെ സഹായമില്ലാതെ ടൂത്ത് പേസ്റ്റ് എങ്ങനെ ഉപയോഗിക്കരുതെന്നൊക്കെ. അതൊരു പയർമണിയുടെ വലിപ്പത്തിൽ എടുക്കാവുള്ളൂ, പിന്നെ വിഴുങ്ങാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം അതിനകത്ത് എന്താ പറയാ, നമുക്ക് ചേരാത്ത രാസസാധനങ്ങളൊക്കെ യൂസ് ചെയ്താണ് അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിന് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആർക്ക് വേണേലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ്. രാവിലെ ഹെർബൽ ഉപയോഗിക്കണം, വൈകിട്ട് ഓൾറൗണ്ടർ ടൂത്ത് ഉപയോഗിക്കണമെന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. കാരണം ഹെർബൽ ടൂത്ത് പേസ്റ്റ് രാവിലെ ഉപയോഗിക്കാൻ കാരണം ഇതിനകത്തെ ഫോർമുലകള് വേപ്പും ഗ്രാമ്പൂവും സത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു അണുനാശിനിയാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഹെർബൽ പേസ്റ്റ് രാവിലെ ഉപയോഗിക്കാൻ കാരണം നമുക്ക് രാവിലെ ഉമിനീരിന്റെ ഉൽപാദനം കുറവായിരിക്കും. അപ്പൊ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉമിനീരിന്റെ ഉൽപാദനം കൂടും. അത് നമുക്ക് ഡൈജഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും, പെട്ടെന്ന് ദഹിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് രാത്രി തേക്കാനാണ് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ പല്ലിന്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും. അതൊക്കെ നന്നായിട്ട് വൃത്തിയായി രാത്രിയിലും ഉമിനീരിന്റെ ഉൽപാദനം കുറവാണ്, ഇല്ല. അത് നമുക്ക് അങ്ങനെ കുറവായിരിക്കും. നമുക്ക് പല്ലിന്റെ ഇടയ്ക്കിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളും ബാക്ടീരിയ ആയിട്ട് ചേരും. പിന്നെ നമുക്ക് രാവിലെ കേൾക്കുമ്പോൾ ദുർഗന്ധവും അഴുക്കൊക്കെ ആയിരിക്കും വായില്. അപ്പൊ നമുക്ക് ഈ കാവിഗോ പേസ്റ്റ് ഉപയോഗിച്ചാൽ ഉമിനീരിന്റെ ഉൽപാദനം കൂടി ആ ബാക്ടീരിയയെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ആയുർവേദ മരുന്നുകളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പുതിന, മിന്റ്, കുരുമുളക്, എന്നിങ്ങനെ കുറെ അധികം ആയുർവേദ മരുന്നുകളാണ്. ആദ്യമായിട്ട് ഒരു കമ്പനിയാണ് 2 തരം പേസ്റ്റുകൾ ഇറക്കിയിരിക്കുന്നത്, രാവിലെ തേക്കാനും വൈകിട്ട് തേക്കാനും. ചിലവര് രാവിലെയും വൈകിട്ടും ഒക്കെ തേക്കുന്നവരുണ്ട്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും ഇത് വിശ്വസിച്ച് നന്നായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോ പല്ലുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ മറ്റേ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് ഇച്ചിരി എടുത്ത് പല്ലുവേദനയുള്ള ഭാഗത്ത് തേച്ച് വെച്ചാല് 5 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളഞ്ഞാല് ഒരു പല്ലുവേദനയ്ക്കൊക്കെ എന്നായിരുന്നു ഒരു ചെറിയ ശമനമൊക്കെ കിട്ടും.
ഒത്തിരി ഭയങ്കര പല്ലുവേദനയൊക്കെ വരുമ്പം ഇത് മെയിനായിട്ട് ക്യാവിറ്റി തടയാൻ നല്ലതാണ്. പിന്നെ ഫ്രഷ്നെസ് തരുന്നു, വൈറ്റനിങ് തരുന്നു. ഇതിനകത്ത് ഫ്ലൂറിൻ അടങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലുകളൊക്കെ തേക്കുമ്പോൾ ദ്രവിച്ചു പോകില്ല. പിന്നെ അടിപൊളിയാണ്. സ്ട്രോങ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ടീത്താണ് തരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാല് കാവിഗോഡ് തന്നെ ഡാൻ മച്ചാനാണ്. മറ്റേ പൽപ്പൊടിക്കൊക്കെ പകരമുള്ള നമ്മുടെ ആർസിഎമ്മിന്റെ പല്ല് തേക്കുന്ന പൊടിയാണിത്. ഇത് പ്യുവർ ആയുർവേദിക് ടൂത്ത് പൗഡർ ആണ്. സ്ട്രോങ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ടീത്ത് തരുന്നു. ഫൈറ്റ് ചെയ്ത് ജംസിനെയൊക്കെ തുരത്തുന്നു. വേപ്പ്, ഗ്രാമ്പു, പുതിന, പറ, ഉപ്പ് എന്നിവയുൾപ്പെടെ 22 പ്രകൃതിദത്ത ചേരുവകളിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആയുർവേദ പല്ലുപൊടിയാണ് ആർസിഎം കാവിഗോ ഡെന്റൽ മാച്ച്. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് ആയുർവേദ ഔഷധ സസ്യങ്ങളിൽ നിന്നും പ്രകൃതിദത്ത സത്തുക്കളിൽ നിന്നും നിർമ്മിച്ചതാണ്. രാസവസ്തുക്കൾ ഒട്ടും ചേർത്തിട്ടില്ല. ആര്യവേപ്പ്, ഗ്രാമ്പു, കർപ്പൂരം, ഉപ്പ് എന്നിവയുടെ സത്തുക്കൾ പല്ലുകൾക്ക് ബലം നൽകാൻ, മോണരോഗങ്ങളെ തടയാനും സഹായിക്കുന്നു. ഇതിനകത്ത് ചെറിയ ചെറിയ തരികള് നമ്മുടെ പല്ലിന്റെ ഒക്കെ ഇടയ്ക്ക് പോയി പോഴ്സിലേക്കൊക്കെ ആഴ്ത്തി ചെന്ന് അഴുക്കുകളൊക്കെ കളയാൻ സഹായിക്കുന്നു. വേദനയും വീക്കവും കുറയ്ക്കുന്നതും പല്ലുവേദന, മോണയിലെ വീക്കം എന്നിവ കുറയ്ക്കാനും നമ്മെ സഹായിക്കുന്നു. ഇപ്പൊ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആഴ്ചയില് 2 ദിവസം 3 ദിവസം ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ തേക്കുമ്പോൾ ഒത്തിരി അങ്ങ് അമർത്തി തേക്കാതിരിക്കുക. എന്നാൽ ഒരു നന്നായിട്ടൊക്കെ തേക്കാൻ പറ്റും. നല്ല വൈറ്റനിങ് തരും, അടിപൊളിയാണ്. അടുത്തതെന്ന് പറഞ്ഞാല് ആർസിഎമ്മിന്റെ കാവിഗോയുടെ ടൂത്ത് പേസ്റ്റ് ആണ്. ഇത് കാവിഗോയുടെ സോഫ്റ്റ് അൾട്ര എന്ന് പറഞ്ഞാണ്. പിന്നെ ഒന്ന് കാവിഗയുടെ സ്മൈൽ ആണുള്ളത്. പിന്നെ ടൂത്ത് ബ്രഷ് നിങ്ങളുടെ വായിലെ ശുചിത്വവും പല്ലുകളുടെ ആരോഗ്യവും മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രധാന സവിശേഷതകൾ എന്ന് പറഞ്ഞാല് അഡ്വാൻസ് ബ്രിസ്റ്റിൽ ടെക്നോളജിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ പല്ലുകൾക്കിടയിലും വായിലെ സാധാരണ ബ്രഷുകൾക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ പോലും ഇറങ്ങിച്ചെന്ന് ആഴത്തിൽ വൃത്തിയാക്കാൻ ഇതിന്റെ മൃദുവായ നാരുകൾക്ക് സാധിക്കും. പിന്നെ കാവിഗോയുടെ സോഫ്റ്റ് അൾട്രാ ബ്രഷ് നമ്മളിങ്ങനെ എടുത്തു നോക്കിയാൽ അറിയാം. അതിന്റെ നാരുകൾ ഇങ്ങനെ ഒടിച്ചിട്ട് അറിയാൻ ഭയങ്കര സോഫ്റ്റ് ആണ്. ചെറിയ പിള്ളേർക്ക് വരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ എന്ന് വെച്ചാൽ എർഗണോമിക് ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. അതെന്ന് വെച്ചാല് നമുക്ക് പല്ലൊക്കെ തേക്കുമ്പോൾ ചില ബ്രഷിന്റെ ഒക്കെ പിടിയിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല, ചിലപ്പോൾ തെന്നി തെന്നി പോകും. ഇവിടെ എന്ന് വെച്ചാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നന്നായിട്ട് പല്ല് തേക്കാൻ ഇങ്ങനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പല്ല് തേക്കാൻ പറ്റും. പിന്നെ പല്ലുകളിൽ അടിഞ്ഞു കൂടുന്ന കറ കളയാനും ബ്രഷും ടൂത്ത് പേസ്റ്റും കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചിലവര് പേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും, കൂടെ വേറെ ബ്രാൻഡിന്റെ ഒക്കെ ബ്രഷ് ഉപയോഗിക്കും. അങ്ങനെയാണ്. അപ്പൊ ഈ ബ്രഷും പേസ്റ്റും എല്ലാം കോംബോ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ മൃദുവായ നാരുകള് മോണകൾക്ക് മുറിവോ വേദനയോ ഉണ്ടാക്കാതെ സൗമ്യമായി വൃത്തിയാക്കാൻ സഹായിക്കുന്നു. ചില ബ്രഷുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുമ്പം മോണ കീറാനും ചോര വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പം നന്നായിട്ട് തേക്കാനും മോണ കീറാതിരിക്കാനും ചോര വരുന്നതൊക്കെ കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ല പല്ലുകൾക്ക് നല്ലൊരു ഹെൽത്തി ലൈഫാണ് ഈ ബ്രഷും പേസ്റ്റ് ഒക്കെ തരുന്നത്. ഇത് ബ്രഷ് പേസ്റ്റ് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുമ്പം ഒരു ഓറൽ കിറ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യുക. 2 പേസ്റ്റ്, ഒരു ഡാൻ മജാല, പിന്നെ ബ്രഷ്, ഇതൊരു ഓറൽ കിറ്റ് ആയിട്ട് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുക. ബ്രഷ് മാത്രം കൊടുക്കാതെ പേസ്റ്റ് മാത്രം കൊടുക്കാതെ എല്ലാവർക്കും ഓറൽ കിറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ആഴ്ചയില് 3 ദിവസം ഡാൻ മജാൽ ഉപയോഗിക്കുക, ബാക്കി 2 ദിവസം ബാക്കി 2 ദിവസം ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് നന്നായിട്ട് പല്ലുവേദനയൊക്കെ ഉള്ളവർക്കും പല്ലിന് കേടൊക്കെ ഉള്ളവർക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പല്ലിന് നന്നായിട്ട് കേടൊക്കെ കാണും, അങ്ങനെയുള്ളവർക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്. ഇത് എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ്. അടുത്തത് ഹെയർ കെയർ ആണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇടയിൽ ഒരു പ്രമുഖ പ്രശ്നമാണ് മുടി കൊഴിഞ്ഞു പോകുക.
പിന്നെ എന്താ പറയാ കഷണ്ടി ആവുക, പെട്ടെന്ന് നരയ്ക്കുക, പെട്ടെന്ന് നെറ്റിയൊക്കെ കയറുക എന്നൊക്കെ ഉള്ളത്, അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ട ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആണ് ആർത്തീമില് ഉള്ളത്. നമുക്ക് 6 ഓയിലും 5 ഷാമ്പുവും ഒരു കണ്ടീഷണറും ആണ് ഇന്ന് പറയുന്നത്. ബാക്കി കുറെ ഹെയർ സിറം, ഹെയർ റിവൈവൽ കിറ്റ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇന്ന് പറയുന്ന 6 ഓയിലും 5 ഷാമ്പുവും ഒരു കണ്ടീഷണറും ആണ് പറയുന്നത്. ഒന്നാമത്തെ ഓയിൽ എന്ന് പറഞ്ഞാല് സിനോളിന്റെ ഹെയർ ഓയിൽ ആണ്, ഹെർബൽ ഹെയർ ഓയിൽ ആണ്. ഇതാണ് സിനോളിന്റെ ഹെർബൽ ഹെയർ ഓയില്. ഇതിനകത്തെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് അംല, നെല്ലിക്കയാണ്. പിന്നെ ബ്രഹ്മിയൊക്കെ മുടിക്ക് നല്ലതാണ്. പിന്നെ ഇതിനകത്ത് റൈസ് ബ്രാൻ ഓയിൽ ചേരുന്നുണ്ട്, തുളസി ഉണ്ട്, വിറ്റാമിനും ഉണ്ട്. ഈ പ്രൊഡക്റ്റുകളുടെ ഒരു കൂട്ടമാണ് നമ്മുടെ ഹെർബൽ ഹെയർ ഓയിലിനകത്ത് ഉള്ളത്. ഇത് നമ്മുടെ സ്കാൽപ്പില് ന്യൂട്രിഷൻ തരുന്നു. സ്കാൽപ്പിന്റെ ന്യൂട്രിഷന്റെയും നറിഷിന്റെ ഒക്കെ കുഴപ്പമാണ് നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവാന്ന്. ചിലവർക്ക് അത് ജെനറ്റിക്സിൽ വരുന്നതായിരിക്കും, ചിലവർക്ക് വിറ്റാമിൻ ഡി അങ്ങനെയുള്ളതിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതിനെയൊക്കെ അകറ്റാൻ വിറ്റാമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ട്സുകളോടൊപ്പം നമ്മുടെ വെജൊമേഗ, വുമൺ ഒക്കെ യൂസ് ചെയ്യുക. അതിനകത്ത് ധാരാളം വിറ്റാമിൻ ഡി ഒക്കെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വിറ്റാമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി മാറും. പിന്നെ ഇത് നമുക്ക് സ്കാൽപ്പ് നറിഷ് ആക്കുന്നു. സ്കാൽപ്പില് പോഷകങ്ങൾ ഇല്ലാത്തടത്ത് പോഷകങ്ങൾ എത്തിക്കുന്നു. പിന്നെ ഹെയർ സ്മൂത്ത് ആയിട്ടിരിക്കാനും പൊട്ടിപ്പോകാതിരിക്കാനും. എല്ലാവർക്കും ഉള്ളതാണ് ഹെയറിന്റെ തുമ്പത്തൊക്കെ സ്പ്ലിറ്റ്നെസ് വരും. ഹെയറിന്റെ ഒരു മുടിയുടെ അറ്റത്ത് 2 മുടിയൊക്കെ ആയിട്ട് കാണും, അതാണ് സ്പ്ലിറ്റ്നെസ്. അത് എല്ലാവർക്കും സ്പ്ലിറ്റ്നെസ് ഒക്കെ കൂടുതലായിരിക്കും. അതിനെയൊക്കെ തടയാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവർക്ക് അടിപൊളിയാണ്. ഡാൻഡ്രഫ് ഒക്കെ പോകാനും അടിപൊളിയാണ്. മുടിക്ക് കട്ടി നൽകാനും ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്നു. പിന്നെ മുടിയുടെ റൂട്ട് ടിപ്പ് വരെ കട്ടി നൽകുന്നു. മുടിയുടെ വേര് മുതല് അറ്റം വരെയാണ് ഇതിന്റെ ഒരേപോലെയുള്ള കട്ടിയാണ് നൽകുന്നത്. ഇത് ഈസി ടു അപ്ലൈ ആണ്. ആദ്യമേ 2 കൈയിലും നന്നായിട്ട് എണ്ണ തേക്കുക. 2 കൈപ്പത്തിയിൽ ഫുള്ളായിട്ട് എണ്ണ തേച്ച് ഹെയറില് റൂട്ട് തൊട്ട് ടിപ്പ് വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒരു കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ചെയ്തിട്ട് പിന്നെ അത് ഒരു നല്ലൊരു ഷാമ്പു, ഇതിന്റെ തന്നെ ഹെർബൽ ഷാമ്പു ഉണ്ട് ഷിനോളിന്റെ, അത് ഉപയോഗിച്ച് കഴുകി കളയുക. ചിലവർക്ക് ഇത് ഓവർനൈറ്റ് ചെയ്യാം. ഈ നീർക്കെട്ട് അങ്ങനത്തെ ഒക്കെ കുഴപ്പം ഇല്ലാത്തവർക്ക്, നീർക്കെട്ട്, പല്ലുവേദന അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഓവർനൈറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് രാവിലെ ഏൽക്കുമ്പം നന്നായിട്ട് കഴുകി കളയാം. ഫ്യൂ ഡേയ്സിൽ ബെസ്റ്റ് റിസൾട്ട് ആണ് കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചില നമ്മുടെ നീല എണ്ണ എന്ന് പറയും, ഹെയർ റെവിറ്റലൈസർ ഓയിലാണിത്. ഇതൊരു കംപ്ലീറ്റ് ഹെയർ നറിഷ്മെന്റ് ആണ് തരുന്നത്. ഒരു പൂർണ്ണമായ പോഷക സമൃദ്ധമാണ് മുടിക്ക് നൽകുന്നത്. ഇതിനകത്ത് കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ജാട്ടമൻസി, ടീ ട്രീ ഓയില്, ലെമൺ ഓയില്, റോസ്മേരി ഓയില്, വിറ്റാമിൻ ഇ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. ജാട്ടമൻസി എന്ന് പറഞ്ഞാൽ അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വിഷാദ രോഗം മാറിക്കിട്ടാനും മുടിക്ക് കറുപ്പ് നിറം ലഭിക്കാനും ആകാര നര കുറയ്ക്കാനും. ഇപ്പത്തെ മെയിൻ പ്രശ്നമാണ് ഒരു 18 അല്ല, ഒരു 16 തൊട്ട് 25 വരെയുള്ള ഇടയ്ക്കുള്ളവർക്ക് നര വരുന്നത്. അതൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു. പിന്നെ ഇതിനകത്ത് ടീ ട്രീ ഓയില് തലവേദന മാറാൻ സഹായിക്കുന്നു, താരൻ ഇല്ലാതാക്കുന്നു. ഇത് ഇവിടേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ നമ്മുടെ തലവേദനയൊക്കെ ഉള്ളവർക്ക് നല്ല ശമനം കിട്ടും. പിന്നെ ലെമൺ ഓയില് ചൊറിച്ചിൽ എന്നിവയെ ഇല്ലാതാക്കുന്നു. ചിലവർ എപ്പോ നോക്കിയാലും ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞോണ്ടിരിക്കും, അതൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ഇച്ചിങ് അതൊക്കെ കളയാൻ സഹായിക്കുന്നു. പിന്നെ റോസ്മേരി ഓയില് അത് മൈഗ്രെയിൻ കുറയ്ക്കാനും മുടികൊഴിച്ചില് എന്നിവയെ തടയുന്നു.
മൈഗ്രെയിൻ ഉള്ളവർക്ക് അത് നന്നായിട്ട് മസാജ് ചെയ്യണം. ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ ഇ മുടിക്ക് മൃദുവും തിളക്കവും നൽകുന്നു. അകാലനര, കഷണ്ടി, ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ നമുക്ക് മുടി വളരാനും നെറ്റി കയറുന്നവർക്കൊക്കെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു സൈഡിലൂടെയൊക്കെ, നമ്മുടെ ബേബി ഹെയർസ് വളർന്ന സൈഡാണ്, അവിടെയൊക്കെ നമുക്ക് ഈ എണ്ണ എടുത്ത് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് അത് നമുക്ക് അവിടെ രാത്രിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ശകലം എന്നിട്ട് രാവിലെ കേൾക്കുമ്പം കുളിക്കുന്നവരാണെങ്കിൽ കഴുകി കളയുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചെറിയ ചെറിയ ബേബി ഹെയർസ് വളരും നെറ്റിയൊക്കെ കയറുന്നവർക്ക്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഷിനോളിന്റെ സർസൺ ഹെയർ ഓയിൽ ആണ്. ഇതാണ് സർസൺ ഹെയർ ഓയിൽ ഷിനോളിന്റെ. ഇതിനകത്ത് ഇൻഗ്രീഡിയന്റ് മെയിൻ പാർട്ട് സർസൺ ഓയിൽ ആണ്. കടുകെണ്ണയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. സർസൺ എന്ന് പറഞ്ഞാൽ കടുകെണ്ണ. പിന്നെ നീം ഓയില്, പിന്നെ സോയാബീൻ ഓയിലൊക്കെയാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. തലയോട്ടിയും മുടിയും ജലാംശത്തോടെ നിലനിർത്താനും താരനകറ്റുന്നു. മുടിയുടെ വേരുകൾ മുതൽ അറ്റം വരെ ശക്തിപ്പെടുത്തുന്നു. തലയോട്ടിയിലെ പരിപോഷിപ്പിക്കുന്നു. മുടി വളരാൻ ഉത്തേജനം നൽകുന്നു. മരവിച്ച മുടിയെ മിനുസമുള്ളതാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇത് ബോഡി മസാജിലും ഉൾപ്പെടുത്താം. ഇപ്പം ബോഡി പെയിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ബോഡി മസാജർ ആണ്. ഇത് കുറച്ചെടുത്തിട്ട് ബോഡിയിലൊക്കെ കുളിക്കുന്നതിന് മുമ്പ് മസാജ് ചെയ്യാം. പിന്നെ തലയില് ഈർപ്പമില്ലാതെ വന്ന ഈ താരനും അങ്ങനത്തെയൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ തലയിൽ വരുന്നത് അതൊക്കെ കളയാൻ സഹായിക്കുന്നു. പിന്നെ ഇതും അതുപോലെ തന്നെ ഇതിനകത്ത് നീമും സർസനുമാണ് മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ഇത് ബോഡിയിൽ നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റും. ബോഡിയിൽ പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ബോഡി മസാജർ ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഷിനോളിന്റെ നാച്ചുറൽ കൂൾ ഓയിൽ ആണ്. ഇത് പേര് പോലെ തന്നെ നല്ല കൂളാണ്. തലയാകിട്ട് തലയിൽ നന്നായിട്ട് ചൂടൊക്കെ ഉള്ളവർക്ക്, ചിലവർ പെട്ടെന്നൊക്കെ വേർക്കും, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തലയിൽ തേച്ചാല് നല്ലൊരു ശമനം കിട്ടും. പിന്നെ സ്ട്രെസ് ഒക്കെ ഉള്ളവർക്ക് ഇത് തലയിലൊക്കെ തേച്ചാൽ ഭയങ്കര കൂൾ ഫീലിംഗ് ആണ്. ഒരു കൂൾ എഫക്റ്റ് ആണ് ഇത് തരുന്നത്. പിന്നെ എങ്ങനെ എങ്ങനെ ഈ കൂൾ എഫക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാല് ഇതിലെ ഇൻഗ്രീഡിയൻസ് മെത്തോള്, പുതിനയാണ്. പിന്നെ ഭൃംഗരാജ് കഞ്ഞുണ്ണി, മെത അർവെൻസിസ് എന്ന് പറഞ്ഞാൽ പുതിന വിഭാഗത്തില് പെടുന്ന ഒരു ചെടിയാണ്. പിന്നെ ബ്രഹ്മി, സിനമോൺ, പിന്നെ നെല്ലിക്ക ഉണ്ട്, അമ്ലയുണ്ട്, പിന്നെ നീമ, പിന്നെ മുട്ടിൽ എന്ന് പറയും, പിന്നെ മുത്തങ്ങ എന്നും പറയും. ഈ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് കൂൾ എഫക്റ്റ് തരുന്നത്. അപ്പം ഇതിനകത്ത് പുതിനയ്ക്കൊക്കെ നല്ല ഒരു റിഫ്രഷ്മെന്റ് ആണ്. അപ്പൊ അത് ഇതിനകത്തൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ കൊതുകിന്റെ ഒക്കെ ശല്യമുള്ളവർക്ക്, നന്നായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കൊതുകൊക്കെ പെട്ടെന്ന് കടിക്കുന്നവർക്ക് ഇതിനെ കുറച്ച് എണ്ണ എടുത്ത് നന്നായിട്ട് കയ്യിൽ പുരട്ടി മേത്തൂടെയൊക്കെ, കാലക്കൂടെയും കൈക്കൂടെയൊക്കെ തേക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് കൊതുക് കടിക്കുന്നതിൽ നിന്നും ആശ്വാസം കിട്ടും. കൊതുക് കടിക്കില്ല. പിന്നെ നമുക്ക് വരുന്ന ഒരു എണ്ണയാണ് വ്യോമി മുരിങ്ങ ഹെയർ ഓയില്. ഇതാണ് വ്യോമിയുടെ മുരിങ്ങ ഹെയർ ഓയില്. മുടിക്ക് ആഴത്തിൽ പോഷകം നൽകി നല്ല കണ്ടീഷൻ നിലനിർത്താൻ സഹായിക്കുന്നു. മുടിയുടെ റൂട്ട് ശക്തമാക്കാൻ സഹായിക്കുന്നു. മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. വേഗം മുടിയൊക്കെ വളരാൻ സഹായിക്കുന്നു. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്ന് മുരിങ്ങ ഓയിലാണ്. അത് നമുക്ക് നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാനും അടിപൊളിയായിട്ട് വളരാനും കുറെ ബേബി ഹെയർസ് ഒക്കെ വരാനും ഒക്കെ സഹായിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ബേസിൽ ഓയിലാണ്, തുളസി ഓയിലാണ് ഉള്ളത്. സ്വാഭാവിക ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ മുടി വളർച്ചയെ സഹായിക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഫ്രീ റാഡിക്കളും കുറയ്ക്കാനാണ് ബേസിൽ എണ്ണ സഹായിക്കുന്നത്, തുളസി ഓയില്. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് റൈസ് ബ്രാൻ ഓയിൽ ആഡ് ആയിട്ടുണ്ട്. തലയിലുള്ള ഡാൻഡ്രഫ് കുറയ്ക്കാനും സഹായിക്കുന്നു. മുടി കൂടുതൽ കട്ടിയുള്ളതാകാൻ സഹായിക്കുന്നു.
എന്താ പറയാ നന്നായിട്ട് വളരാനും റൈസ് ബ്രാൻ ഓയിൽ സഹായിക്കുന്നു. പിന്നെ നല്ലൊരു ഈവൻ കളർ തരാൻ സഹായിക്കുന്നു. ഒരു ബ്ലാക്ക് അല്ല, നന്നായിട്ട് ഒരു തിളങ്ങി നിൽക്കാൻ സഹായിക്കുന്നു റൈസ് ബ്രാൻ ഓയില്. പിന്നെ സൺഫ്ലവർ ഓയിൽ ആണ്. സൺഫ്ലവർ ഓയിൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളതിനാല് ഡാൻഡ്രഫ് നീക്കം ചെയ്യുന്നു. ചൊറിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്നു. പിന്നെ നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ തന്നെ മുടിയിൽ തേക്കാം. റൈസ് ബ്രാൻ ഓയിൽ ധാരാളം ഗുണങ്ങളാണ് വരുന്നത്. നമ്മുടെ മറ്റേ പാക്കറ്റിൽ വരുന്ന റൈസ് ബ്രാൻ ഓയില് അത് നമുക്ക് കൺപീലിയിലും തേക്കാം, പിരികത്തൊക്കെ തേക്കാം. പിന്നെ പുരുഷന്മാർക്കാണെങ്കിലും മീശയിലും താടിയിലൊക്കെ തേക്കാൻ ഒരു ബ്ലാക്ക് കളർ, ഈവൻ കളർ തരാനും നന്നായിട്ട് വളരാനും സഹായിക്കും. ഇപ്പം ഗേൾസ് ഒക്കെ ആണെങ്കിൽ ഐലൈനർ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും, കാജൽ ഐലൈനർ ഒക്കെ. അപ്പൊ അത് മായ്ച്ചു കളയാൻ വേണ്ടി റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കാം. അന്നേരം നമുക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്നത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. രണ്ടാമത് നമ്മുടെ കൺപീലൊക്കെ കണ്ണിന്റെ മണ്ടയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കൺപീലിയിൽ ചെന്ന് നന്നായിട്ട് ഒരു പോഷകം തരും. കൺപീലി നന്നായിട്ട് വളരാനും കൺപീലി പൊഴിഞ്ഞു പോയവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യും. ഇപ്പം പുറത്തെയൊക്കെ ഐലൈനർ യൂസ് ചെയ്യുവാണെങ്കിൽ കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കൺപീലിയൊക്കെ പോകും, കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ആർസിഎമ്മിന്റെ കയ്യിലുണ്ട് ഐലൈനർ. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഇതൊക്കെ മായ്ച്ചു കളയാനും അതിനുശേഷം നമ്മൾ ഫേസ് കഴുകുന്നതിന് മുമ്പ് റൈസ് ബ്രാൻ ഓയിൽ എടുത്ത് കണ്ണിന്റെ പീലിയിലും പിരികത്തും പിന്നെ മീശയ്ക്കും താടിക്കൊക്കെ തേച്ച് നന്നായിട്ട് വളർച്ച കിട്ടാൻ സഹായിക്കുന്നു. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഷാമ്പു ആണുള്ളത്. 5 തരം ഷാമ്പു ആണുള്ളത്. ആദ്യത്തെ ഷാമ്പു എന്ന് പറഞ്ഞാൽ ഷിനോൾ ഹെർബൽ ഷാമ്പു ആണ്. ഷിനോളിന്റെ ഹെർബൽ ഷാമ്പു ആണ്. ഇതാണ് ഷിനോളിന്റെ ഹെർബൽ ഷാമ്പു. മറ്റേ ഷിനോളിന്റെ എണ്ണയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഇത് മുടിവേരുകളിൽ സ്ട്രെങ്തൻ ആക്കാൻ സഹായിക്കുന്നു. മുടിയിഴകളിലെ പോഷകങ്ങൾ എത്താനും സഹായിക്കുന്നു. സ്ട്രെസ് ആയിട്ടുള്ള ലൈഫിനെ ഇറഗുലർ ആയ റുട്ടീൻ, ഇപ്പോഴെല്ലാവർക്കും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ ഇറഗുലർ ആയിട്ടുള്ള റുട്ടീൻസും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി കൂടുതലായിട്ട് പൊഴിഞ്ഞും പോകുന്നത് കാണാം. അതിനെ ശമിപ്പിക്കാന് സഹായിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് സജസ്റ്റ് ചെയ്യാം. മുടി നന്നായിട്ട് വളരാനും ഇത് ഡെയിലി യൂസേജിനും നല്ലതാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നെല്ലിക്ക, വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയതാണ്. അകാല നര കുറയ്ക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിന് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മൈലാഞ്ചിയാണ്, മൈലാഞ്ചി ഹെന്ന. എല്ലാരും മൈലാഞ്ചി ഉപയോഗിക്കുന്നത് കയ്യിൽ മൈലാഞ്ചി ഇടാൻ മാത്രമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു നല്ല ഒരു നാച്ചുറൽ ഒരു അടിപൊളി സാധനമാണ്. സ്വാഭാവിക കഷണ്ടി പോലുള്ള അത് മാറാൻ സഹായിക്കുന്നു. എല്ലാവർക്കും കഷണ്ടി വരുന്ന മാറാൻ സഹായിക്കുന്നു. അവിടെ നന്നായിട്ട് മുടി വളർന്നു. പിന്നെ നല്ല കളർ കിട്ടാൻ, മുടിക്ക് നന്നായിട്ട് കളർ കിട്ടാനും നല്ല ഷൈൻ ആയിട്ട് കിടക്കാനും സഹായിക്കുന്നു. മുടിവേരുകൾ ശക്തമാക്കാൻ സഹായിക്കുന്നു. പിന്നെ ഷിക്കാക്കായി എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും. സോപ്കായ എന്നാണ് ഈ പറയുന്നത്. മുടി തിളക്കമുള്ളതാകാനും മൃദുവാകാനും ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുന്നു. മുടിയിലെ അധിക എണ്ണ, മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ നീക്കി ചെയ്യാനും സഹായിക്കുന്നു. ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ചൂടത്താണേല് സമ്മറൊക്കെ ആണേല് പുറത്ത് പോയിട്ട് വരുമ്പം കാറ്റൊക്കെ കൊണ്ട് നല്ല ചെടികളൊക്കെ തലയിലും മുഖത്തൊക്കെ അങ്ങനെ വരും. അപ്പം അതൊക്കെ നന്നായിട്ട് മാറ്റാൻ സഹായിക്കും. നല്ല ഹെയർ ഷാമ്പു ആണ്. ഇത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും മുടി നന്നായിട്ട് ഷൈൻ ആയിട്ട് കിടക്കാനും സഹായിക്കും. ഇതെങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആദ്യം മുടി ഒന്ന് ചെറുതായിട്ട് നനച്ച ശേഷം ഹെർബൽ ഷാമ്പു നമ്മുടെ കയ്യിലെടുത്തിട്ട് അത് നമ്മുടെ മുടിയുടെ റൂട്ട് ടു ടിപ്പ് വരെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതൊരു ചെറുതായിട്ടൊന്ന് കഴുകി കളയുക, നന്നായിട്ടൊന്ന് കഴുകി കളയുക. എന്നിട്ട് അത് ഒപ്പിയെടുക്കുക. നമ്മൾ ടവലൊക്കെ വെച്ച് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇട്ട് ഉരയ്ക്കും. അങ്ങനെ ഇട്ട് ഉരയ്ക്കാതെ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ബെസ്റ്റ് റിസൾട്ടാണ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്താല്. അടുത്തതെന്ന് പറഞ്ഞാല് നമ്മുടെ ഷിനോളിന്റെ തന്നെ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. പേരുപോലെ തന്നെ
ഡാൻഡ്രഫ് പെട്ടെന്ന് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഒരു ബൗൺസി ഹെയർ ആൻഡ് ഷൈനി ഹെയർ തരാൻ സഹായിക്കുന്നു. ഇതിനകത്തെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ഗർഗമും റോസ്മേരി എക്സ്ട്രാക്റ്റും പപ്പായ എക്സ്ട്രാക്റ്റും സിങ്ക് പൈറിത്രോണും ആണ്. ഗർഗം എന്ന് വെച്ചാൽ അമരയാണ്. റോസ്മേരി എക്സ്ട്രാക്റ്റും പപ്പായ എക്സ്ട്രാക്റ്റും സിങ്ക് പൈറിത്രോണുമാണ്. ഇതൊരു ആന്റി മൈക്രോബിയൽ, ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ് അടങ്ങിയിരിക്കുന്നത്. മെയിൻ നാച്ചുറൽ മോയിസ്ചർ, ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. എഫക്റ്റീവ് റെഡ്യൂസ് ആണ് ഡാൻഡ്രഫിന് തരുന്നത്. സ്കാൽപ്പില് ചൊറിച്ചിലൊക്കെ മാറ്റാനും സഹായിക്കുന്നു. സ്പ്ലിറ്റ്നെസ് കുറയ്ക്കാനും ഫ്രിക്സിനെസ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഇപ്പൊ ഡ്രൈ കെയർ ഹെയറിന് തന്നെ കുറെ ടൈപ്പുകളുണ്ട്. ഡ്രൈ ആയിട്ടിരിക്കുന്നവരുടെ ഹെയർ ഉണ്ട്, ഓയിലി ആയിട്ടിരിക്കുന്നവരുടെ ഹെയർ ഉണ്ട്. എല്ലാത്തിനും നല്ലതാണ്. ഓൾ ഹെയർ ടൈപ്പിന് നല്ലതാണ്. ഇനി ഫ്രിക്സിനെസ് ഒക്കെ ഉള്ളത്, കൂടുതൽ ഡ്രൈ ഉണങ്ങിയിരിക്കുന്ന ചകിരി പോലെ ഇരിക്കുന്നതൊക്കെ ഹെയറിനാണേൽ ഇത് ബെസ്റ്റ് ആണ്. ഇത് ഫ്രിക്സിനെസ് ഒക്കെ മാറ്റി നല്ല ഷൈനി ആയിട്ട് തരുന്നു. പിന്നെ SPO സിങ്ക് പൈറിത്രോണ്, അത് ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാനും അതൊരു ആന്റി ഫംഗൽ ആൻഡ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആണ്. പിന്നെ പപ്പായയുടെ എക്സ്ട്രാക്ട് ഭയങ്കര റിച്ച് ആയിട്ട് വിറ്റാമിൻ ഇ തരുന്നു. ഹെയർ ഗ്രോത്തിനും സെബം ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ കൊളാജിൻ പ്രൊഡക്ഷൻ നടത്താനും സഹായിക്കുന്നു. പിന്നെ ഹെയർ ഫാള് പ്രിവെന്റ് ചെയ്യുന്നു, നന്നായിട്ട് പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ റോസ്മേരി എക്സ്ട്രാക്റ്റ് ആണുള്ളത്. അത് ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പിന്നെ അത് ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയാലാണ് നമ്മുടെ ഹെയർസ് ഒക്കെ നന്നായിട്ട് വളരുള്ളൂ. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ റോസ്മേരി എക്സ്ട്രാക്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അടുത്ത ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഷിനോളിന്റെ ഹെയർ ഫാൾ കൺട്രോൾ ഷാമ്പൂ ആണ്. അത് നമുക്ക് കൂടുതലായിട്ട് നന്നായിട്ട് ഹെയർ കൊഴിയുന്നവർക്കും പിന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് നന്നായിട്ട് ഹെയർ കൊഴിയും, അവർക്കൊക്കെ നല്ലതാണ്. ഇതൊരു 2-in-1 പ്രൊഡക്റ്റ് ആണ്. മുടി കൊഴിച്ചിലിനും നല്ലതാണ്, അതുപോലെ തന്നെ ഗ്രോത്ത് കൂടാനും നല്ലതാണ്, ആന്റി ഡാൻഡ്രഫിനും നല്ലതാണ്, എല്ലാത്തിനും നല്ലതാണ്. ഇതിനകത്തെ കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അർഗൺ ഓയിൽ ആണ് വരുന്നത്. അർഗൺ ഓയില്, പിന്നെ ഹൈഡ്രോളൈസ്ഡ് വെറ്റ് പ്രോട്ടീൻ ആണ് മറ്റേ ഗോതമ്പ് പൊടിയുടെ. പിന്നെ ജിഞ്ചർ എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇത് നന്നായിട്ട് ഹെയറിന് സപ്പോർട്ട് കൊടുക്കുന്നു, നല്ല സ്ട്രോങ്ങർ ആകാനും ഗ്രോത്ത് കിട്ടാനും ഒക്കെ. പിന്നെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ഹെയർ ആകാൻ നന്നായിട്ട് കൊടുക്കുന്നു, നല്ല ഷൈനി ആയിട്ട് കിടക്കാന് നന്നായിട്ട് കൊടുക്കുന്നു. പിന്നെ സ്പ്ലിറ്റ്നെസ്സും പിന്നെ ബ്രൈറ്റ്നെസ് കൂട്ടാനും ഹെയറിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കാനും സഹായിക്കുന്നു. വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല തിളങ്ങി നിൽക്കാൻ സഹായിക്കുന്നു. പിന്നെ ഹെയറിന്റെ എലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ സ്കാൽപ്പിലും മോയ്സ്ചർ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് നല്ലൊരു ഗുണങ്ങളാണുള്ളത്. എല്ലാതും ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ദോഷങ്ങളും ഇല്ലാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ് നമ്മുടെ ഈ ഷാമ്പൂവിന്റെ അടിയിൽ എല്ലാത്തിലും തന്നെ എഴുതിയിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ മുരിങ്ങ ഷാമ്പു ആണ്. അത് മുരിങ്ങ ഓയിലിൽ കൂടെ കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗോർ പ്ലാന്റ് ആണ്, അമരയുടെ തന്നെ ചെടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ്. ധാരാളം രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്, നമുക്ക് മുടി കൊഴിച്ചിൽ അങ്ങനത്തെ ഉള്ളതിനൊക്കെ നല്ലതാണ്. പിന്നെ അതിനകത്ത് ചേർക്കുന്നത് ഗ്ലൂക്കോസ് ആൻഡ് കോക്കനട്ട് സർഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ സോയാബീൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് ഓട്സ് ചേർത്തിട്ടുണ്ട്. ഈ ഗ്ലൂക്കോസ് ആൻഡ് കോക്കനട്ട് സർഫാക്ട് ബേസ്ഡ് എന്ന് വെച്ചാൽ ബേബി പിള്ളേരുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഷാമ്പൂലൊക്കെ ഉള്ളതാണ്. അത്രയും മൈൽഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഷാമ്പു വരുന്നത്. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കുറച്ച് ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഇതാണ് അത്. അടുത്തതെന്ന് പറയുന്നത് റെവിറ്റോയുടെ ഹെൽത്ത് ആൻഡ് ഷൈൻ ഷാമ്പു ആണ്. റെവിറ്റോയുടെ ഹെൽത്ത് ആൻഡ് ഷൈൻ, ഇതിന്റെ പേര് പോലെ തന്നെ ഹെൽത്ത് ആൻഡ് ഷൈൻ എന്നാണ്. നന്നായിട്ട് ഒരു പരസ്യമൊക്കെ ഇല്ലേ, വേറെ കമ്പനിയുടെ പരസ്യമുണ്ട്, നല്ല ഇങ്ങനെ
സ്കിന്നൊക്കെ അല്ല നമ്മുടെ ഹെയർ ഒക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങി കിടക്കുന്ന അതുപോലെ നമുക്ക് കിട്ടുന്നതാണ്. നല്ല ഷൈൻ ആയിട്ട് നല്ല തിളക്കമായിട്ടും കിട്ടും. ഇത് യൂസ് ആക്കി കഴിഞ്ഞാൽ മുടി നല്ല വെൽവെറ്റ് പോലെ കിടക്കും എന്നാണ് പറയുന്നത്. സിൽക്കി ആൻഡ് ഷൈനി ഹെയർ തരാൻ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് വെജ് ഓയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. വിറ്റാമിൻ ഇ ഉണ്ട്. പിന്നെ നല്ലൊരു കളർ ഫ്രീ ആണ്. ചില ഷാമ്പൂവിനകത്ത് കളറുകൾ ആഡ് ചെയ്യും, എക്സ്ട്രാ കളറുകൾ. അതിനെയൊക്കെ ശമിപ്പിക്കുന്നു. സ്യൂട്ടബിൾ ഫോർ ഓൾ ഹെയറിനാണ്. പിന്നെ മിനറൽ ഓയിൽ ഫ്രീ ആണിത്. മിനറൽ എന്ന് പറഞ്ഞ സാധനം പെട്രോളിയം അങ്ങനത്തെ സാധനങ്ങളിലൊക്കെയാണ് ഉള്ളത്. ഇത് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ പാരഫിൻ ഫ്രീ അങ്ങനത്തെ ഒക്കെയാണ്. നല്ല സിൽക്കി ആൻഡ് ഷൈനി ഹെയർ തരാൻ നല്ലതാണ്. നന്നായിട്ട് മുടി വളരാനും സഹായിക്കുന്നു. പിന്നെ ഇത്ര എണ്ണയും കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഉപയോഗിക്കണം. ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കണ്ടീഷണർ. വ്യോമി മുരിങ്ങയുടെ ഹെയർ കണ്ടീഷണർ. ഇത് ഷാമ്പു ഉപയോഗിക്കുന്നവരെല്ലാരും തന്നെ ഉപയോഗിക്കണം. ഡ്രൈ ഹെയർ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു മസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് കൂടെ തന്നെ ഉപയോഗിക്കണം. ഇത് നമ്മുടെ സ്കിന്നിന് അല്ല നമ്മുടെ ഹെയറിന് നന്നായിട്ടൊരു നറിഷ്മെന്റ് തരുന്നു. നമ്മൾ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പം നമ്മുടെ തലയോട്ടിക്കകത്തെ ക്യൂട്ടിക്കൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ സംഭവം ഇങ്ങനെ തുറന്നു വരും. അപ്പം അത് ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തുറന്നിരുന്നാല് അതിനകത്ത് പൊടിപടലങ്ങളൊക്കെ കയറി നമ്മുടെ മുടിനാരുകളൊക്കെ നഷ്ടപ്പെടും. അതിനാണ് മുടി കൊഴിച്ചിൽ വരാതിരിക്കാന് നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കണ്ടീഷണർ ഉപയോഗിക്കേണ്ടത്. അപ്പൊ കണ്ടീഷണർ നമ്മുടെ ആ ക്യൂട്ടിക്കലിനകത്ത് കയറിയിരുന്ന് അടഞ്ഞിരിക്കും. പിന്നെ പൊടിപടലങ്ങളൊന്നും നമ്മുടെ ക്യൂട്ടിക്കലിനകത്തേക്ക് കയറാതിരിക്കാൻ സഹായിക്കും. അങ്ങനെയാണ്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. ഒരു കംപ്ലീറ്റ് ഹെയർ കെയറിന് നല്ലതാണ്. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് ഷാമ്പു ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് മുടി നന്നായിട്ട് ഒപ്പിയെടുത്ത ശേഷം ഈ ഹെയർ കണ്ടീഷണർ നമ്മൾ 2 കൈയിലുമായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഒരു പോർഷനിൽ താഴേക്ക് നമുക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ചെറുതായിട്ട് വെള്ളത്തിൽ കഴുകി കളഞ്ഞ ശേഷം മുടി നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഇനിയിപ്പോ ഓരോരുത്തർക്കും ഹെയർ ടൈപ്പ് ഉണ്ട്. ചിലവർക്ക് ബേബി ഹെയർ ആയിരിക്കും, ചിലവർക്ക് ഇങ്ങനെ ചുരുണ്ട മുടിയായിരിക്കും, ചിലവർക്ക് നല്ല ഇങ്ങനെ നേരെ കിടക്കുന്ന മുടിയായിരിക്കും. അപ്പം ഇത് എല്ലാ ഹെയർ ടൈപ്പിനും നല്ലതാണ്. ഇപ്പൊ ചുരുണ്ട മുടിയുള്ളവർക്ക് തന്നെ വേറെ കണ്ടീഷണർ ഒക്കെ വാങ്ങിക്കും, ചുരുട്ടാൻ കണ്ടീഷണർ, സെറ്റ് ചെയ്യാൻ കണ്ടീഷണർ. അപ്പൊ ഇതൊരൊറ്റ പ്രൊഡക്റ്റ് മതി. അപ്പൊ ഇത് നമ്മൾക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ചുരുണ്ട മുടിയുള്ളവർക്കാണെങ്കിൽ തേച്ച് കഴിഞ്ഞ് നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക. അല്ലാത്ത നന്നായിട്ട് ഇത് എന്താ പറയാ ഇത് തേച്ച് കഴിഞ്ഞ് ചീപ്പും കൊണ്ട് നന്നായിട്ട് ഈരി കൊടുക്കുക എല്ലായിടത്തും കിട്ടാൻ വേണ്ടി. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയുക. എന്നിട്ട് അത് ഒപ്പിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് മുടി നന്നായിട്ട് ഒരയ്ക്കാതെ ഒന്നും ഇരിക്കുക, ജസ്റ്റ് വെള്ളം ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. അപ്പം ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കണ്ടീഷണർ ആണ് ഇത്. ഇനി നമുക്ക് വരുന്നത് എന്താ പറയാ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അത് നമ്മൾ അടുത്ത സെക്ഷനിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ. ഈ പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവരും ഉപയോഗിക്കുക. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുക. എല്ലാം കോമ്പിനേഷൻ ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഹോസ്റ്റായ ഷാജി സാർക്കും പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന റെജിമോൻ സാർക്കും മൈക്കിൾ സാർക്കും മറ്റ് ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും ജയാർത്തിയും ഗുഡ് ആർത്തിയും.